എന്റെ ഭഗവതി, ഈ മുതുകുരങ്ങ് എന്തിനുള്ള പുറപ്പാടാണ് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്, എന്ത് നീ BJP ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാണ്. നീ അതൊക്കെ കഴിച്ചേ? എന്ത് നീ ആ ചിക്കനാ കഴിച്ചേ? അങ്ങോട്ട് പൂക്കട്ടെ കാവടി. 24 മണിക്കൂറിനിടയ്ക്ക് 2 or 3 തവണ ലൈവിൽ വന്ന് അയാൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഓരോ തവണയും അയാളുടെ കയ്യിൽ നിന്ന് പോയി. ആ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? മൊബൈൽ ക്യാമറകളും ഓണാക്കി ഒരുപാട് ഓൺലൈൻ ചാനലുകാരും ഉണ്ടായിരിക്കും. വേറെ എന്താണ് ജോയിക്ക് തോന്നുന്നത്? അതായത് ഇതുവരെയുള്ള ഇന്നത്തെ ഈ ദിവസത്തെ ജോയി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്യാമറയുമായിട്ട് നിൽക്കെ തന്നെ ഈ ഷിയാസ് കരീം എന്ന വ്യക്തി, എന്ന നടൻ ഈ അനുവിനോട് ചോദിക്കുകയാണ്, നീ ബീഫ് കഴിക്കില്ലേ? മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഞാൻ പന്നിമാംസം കഴിക്കില്ല എന്നും, എന്നാൽ പന്നി കപ്പയുമായിട്ടൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണെന്നും ഇയാൾ പറയുന്നുണ്ട്. അതായത് കഴിക്കാത്ത ഇയാൾക്ക് എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അവൻ കൈന്നിട്ട് പറഞ്ഞതാ, എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട. ഞാനും ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? ഇയാളുടെ ലക്ഷ്യം മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയ കലാപം, അതിലുപരി ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുറച്ച് ദിവസം ഇയാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം, ശ്രദ്ധിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇപ്പൊ വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. കണ്ട ജന്തുക്കളെ കൊന്ന് ബുദ്ധി മരവിച്ച് കാണും. ഇനി കുറച്ചാലെയും മുരിക്കയും സാമ്പാറും വെണ്ടയ്ക്കൊക്കെ കഴിച്ചു നോക്ക്, ചിലപ്പോ ബുദ്ധി തെളിയും. പറയാൻ പറ്റില്ലല്ലോ. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി, മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.